ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ്. അപ്പം നിങ്ങൾ ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയറിൻ്റെ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതെന്താണ്, ഒരു വീഡിയോ എഡിറ്ററാണ്. അതായത് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതായത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ പുതിയ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ ഇപ്പം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോയ്ക്ക് സൗണ്ട് ഓഡിയോ ആഡ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഉബുണ്ടു യൂസ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയറാണ് ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് വർക്കിംഗ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം വീഡിയോ എഡിറ്ററിനെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കാണാനായിട്ട് പറ്റും. ഈ ആപ്ലിക്കേഷനിൽ പോവുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്ത് സൗണ്ട് ആൻഡ് വീഡിയോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ അതിൽ പോയിട്ട് അതിനകത്ത് എന്തെടുക്കുക, ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പം എൻ്റെ വേ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ, സൗണ്ട് ആൻഡ് വീഡിയോ, ഓപ്പൺ ഷോട്ട് വീഡിയോ എഡിറ്റർ എന്ന ക്രമത്തിൽ നിങ്ങളതിനെ ഓപ്പൺ ചെയ്യുക. അപ്പം അത് ഓപ്പൺ ആയി വരുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീനായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുക. അതായത് ഇവിടെയാണ് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. വേണമെങ്കിൽ നമുക്കിനി ഓപ്പൺ ഷോട്ടിൻ്റെ ഹോം സ്ക്രീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ഇവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു.